ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും മൊട്ട വ്ളോഗിലേക്ക് സ്വാഗതം. മൊട്ട വൈബ്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോഴേ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ഒഴിവുണ്ടായിരുന്നില്ല, ഫുൾ വർക്കിലായിരുന്നു. വണ്ടിയായിട്ട് പോവും, ലോഡ് കയറ്റും, തിരിച്ചു വരും, ലോഡ് ഇറക്കും, അങ്ങനെ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് റെസ്റ്റില്ലാത്ത വർക്കിലായിരുന്നു. ദിവസം 2 ലോഡൊക്കെ എടുത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ പുറത്തൊന്നും പോകാനും സമയം കിട്ടില്ല, കുട്ടികളെ കൂടെ ഒന്ന് ചിലവഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അവർ കൊടുന്നു, അവർ വീട്ടിലായിരുന്നു, അവിടുന്ന് കൊടുന്നു. എന്തൊക്കെയാ പ്രിയപ്പെട്ടവരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോളേ നമ്മൾ ചെറിയൊരു പരിപാടി, ബേബിനെയും കൊണ്ട് വൈക്കോലേറ്റാൻ പോവാണ്. എന്താ ഉണ്ടാകാതെ നമുക്കറിയാലോ, വൈക്കോലെടുക്കാൻ പോയാൽ നോക്കണ്ടോ. ചിലപ്പോൾ ഞങ്ങൾ വൈക്കോലെ കയറ്റും, ചിലപ്പോൾ ഞങ്ങൾ വെറുതെ പോയി പോരേക്കാരം. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പെരിന്തൽമണ്ണ ഉടുപ്പി ഹോട്ടലൊക്കെ ഒന്ന് കയറി. പക്ക വെജിറ്റേറിയൻ, വേറെ ഐറ്റംസ് ഉണ്ടാവില്ല, ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും. നല്ല അടിപൊളി സദ്യ, പായസം, രസം, കട്ടത്തൈര്, എല്ലാ ഐറ്റം കൂട്ടാൻ ഫുൾ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ നല്ല നാടൻ സദ്യയൊക്കെ കഴിച്ചിട്ട്, അവിടെ ഫുൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മറ്റേ എന്താ പറയുക, കോളിഫ്ലവറൊക്കെ ഉള്ളൂ കേട്ടോ. അതൊക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ ഉടനെ അടുത്തൊരു മറ്റേ മാളിൽ കയറി. അമ്പിളിക്ക് അടിപൊളി കാറ്, ഇതൊന്ന് യാത്ര ചെയ്യണം, ഭയങ്കര സ്റ്റോക്ക്. അപ്പോൾ അവൾ കുറച്ചേരയിലൊന്ന് കളിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അവൾ ഏത് വണ്ടിയാണ് എടുക്കേണ്ടതെന്നൊക്കെ നോക്കുകയാണ്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, മഞ്ഞ ഉണ്ട്. അമ്പിളി വണ്ടിയിൽ പോണേ. പോട്ടെ വണ്ടി പോട്ടെ. കയറിയിരിക്കേ, പോട്ടെ പോട്ടെ വണ്ടി. വിളിയേ. അപ്പോൾ നമ്മളെ അമ്പിളിക്കേ വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവളിപ്പോൾ നമ്മളെ കൊട്ട വണ്ടിയിലൊക്കെയാണ് കയറിയിരുന്നാൽ ഡ്രൈവിംഗ് സ്റ്റാരിങ് വന്ന് പിടിച്ചും മടി കുത്തിരിക്കും, ഹോണടിക്കും. ഹോൺ നമ്മൾ സ്റ്റാരിങ് അല്ല, ഇപ്പോൾ സെപ്പറേറ്റ് ആണ്, പക്ഷെ എന്നാലും ഉള്ള അടിക്കാൻ നോക്കും. എത്ര അപ്പോൾ അമ്പിളിയും ബേബി ഒരു മിക്സഡ് ഫ്രൂട്ട് ഫലൂദ കഴിക്കാൻ പോവാണ് ഗെയ്സ്. കണ്ടു നോക്കൂ. പെരിന്തൽമണ്ണ മാള്, ഇതേതാ മാള് അറിയോ? പേരറിയോ? ബിസ്മിയല്ല. അങ്ങനെ അമ്പിളി ഫലൂദ കഴിക്കണ്ടേ. അമ്പിളിയും ബേബിയും ഫലൂദ കഴിക്കണോ? ചോറ് കഴിച്ചതിൻ്റെ മേലെ പതി, അതും സദ്യ. എന്താ അവളെ കഥ? അവരെ യോഗക്കാർ അടിക്കട്ടെ, അല്ല അപ്പം എന്താ പറയുക. ഞങ്ങളിന്ന് വെറുതെ ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റിന് ഇറങ്ങിയാണ്. ജോളി. ഇന്നും കൂടി ലീവാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഫുൾ ലീവ് എടുത്തിക്കാണ്. വണ്ടിക്ക് ഓട്ടം എടുത്തിട്ടില്ല. നമ്മൾ ബൈക്കോൾ ട്രിപ്പൊക്കെ മാറ്റി വെച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 ദിവസം.
ഞങ്ങളിങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഈ കോട്ടക്കുന്നൊക്കെ പോകാനുള്ള പ്ലാനാണ്. ഞങ്ങൾ മറ്റേ എന്താ പറയുക, കോട്ടക്കൽ പോകാമെന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ട വെച്ചു, കാരണം സമയമൊന്നും എത്തൂല. ഒന്ന് കോട്ടക്കുന്ന് പോകും അടുത്ത പ്ലാന്. ഉദ്ദേശിച്ച സമയം ശരിയില്ല. അപ്പോൾ അമ്പിളിക്ക് ഫലൂദൊക്കെ വാങ്ങിക്കൊടുത്ത് അവരത് കഴിച്ച് അവിടെ കുട്ടി കാറിലൊക്കെ അവൾ ജോളി അടിച്ച് കുറച്ച് നേരം കറങ്ങി. അപ്പോൾ ഞങ്ങളിനി നേരെ മലപ്പുറം പോകും, വെയിലൊന്ന് തണുത്തിട്ട്. അങ്ങനെ അമ്പിളി ഫലൂദ കഴിച്ചു. ബേബി ഫലൂദ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗെയ്സ്, അപ്പോൾ നമ്മളിങ്ങനെ മാളിൽ നിന്നൊക്കെ ഇറങ്ങി ഫലൂദയൊക്കെ കഴിച്ച് നമ്മളെ മലപ്പുറം കോട്ടക്കുന്നിലേക്കുള്ള കവാടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരി, അവിടേക്ക് ഒന്ന് കയറി കറങ്ങിയിട്ട് തിരിച്ചു പോരാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അമ്പിളി ഇതാ പോണു. കോട്ടക്കുന്നിലൂടെ ഇങ്ങനെ നടന്ന് പോണുണ്ട്. മാഷല്ലാ മാഷല്ലാ. വാ പൊന്നു വാ, അമ്പിളി വാ. അപ്പോൾ അമ്പിളിനപ്പം ഇങ്ങനെ ഔട്ടിങ്ങിലാണ്. ഞങ്ങൾ വെറുതെ രസത്തിന് പോന്നു. എന്താ പരിപാടി? അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇതിൽ മൊത്തം കറങ്ങി നടന്നിട്ട് അമ്പിളിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ബേബിൻ്റെ ഞങ്ങളെ കൂടെ. സമയം 6 മണിയാവാനായിട്ടുണ്ട്. മൊത്തം ഒന്ന് കണ്ടേച്ചും പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. ബോ നഗ ബോബു. അമ്പിളി ബോബുവിനെ കണ്ട് നോക്കാട്ടോ. അമ്പിളിക്ക് ഇപ്പോൾ ഇറങ്ങി ഓർഡർ എന്നൊക്കെ ഉണ്ട്. ബോബു ബോബുവിനെ കണ്ടു. ഇനി മതി, ഞാൻ അടുത്ത പരിപാടി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അതിൻ്റെ ഉള്ളിൽ കയറണോ? ഐ ലവ് കൊട്ടക്കുന്ന്. വായോ പൊന്നു വായോ. ഇപ്പോൾ ഞങ്ങൾ കോട്ടക്കുന്നതോടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മാഷാ അല്ലാ, ഞങ്ങൾ അമ്പിളി ശരിക്കും നടക്കണ കാണുന്ന വലിയൊരു ആഗ്രഹമുണ്ട്. അവൾ നടക്കും, പക്ഷേ എങ്കിൽ ഈ ടൈൽസ് ഇട്ട നിലത്ത് കൂടെ ഒന്നേ ഗ്രിപ്പ് കിട്ടില്ലല്ലോ, പിടുത്തം കിട്ടില്ലല്ലോ, സ്ലിപ്പാവില്ല. അപ്പോൾ പേടിയാണ്. അപ്പം നടത്തം കാണാൻ വേണ്ടിയാണ് വലിയ ആഗ്രഹം ഉണ്ടായത്. വീണ്ടും വരാൻ തോന്നുന്നൊരു സ്ഥലമാണ് കോട്ടക്കുന്ന്. അമ്പിളിനെ എത്തിക്കാം. ഹായ് അമ്പിളി. അതാ അമ്പിളി 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 അമ്പിളി. അങ്ങനെ അമ്പിളി ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട് ഗെയ്സ്. പിടിച്ചോ പിടിച്ചോ. അപ്പൊ വരണോ അപ്പൊ വരണോ അപ്പൊ വരണോ അപ്പൊ വരണോ അപ്പൊ വരണോ. ചെറിയൊരു മരുഭൂമി നിർമ്മിച്ചിരിക്കുകയാണ് കോട്ടക്കുന്നത്ത്. ശരിക്കും നമ്മൾ സൗദി അറേബ്യയിൽ കാണുന്ന അതേപോലുള്ളൊരു ഫീല്. വളരെ കുറഞ്ഞ സ്ഥലമുള്ളൂ, പക്ഷേ എങ്കിലും അതൊരു ഭംഗിയാണ് കാണാൻ. വൻ സെറ്റപ്പായിട്ട് മണലൊക്കെ വിരിച്ച് ആ സൈഡിലെ കെട്ടുകളും ചെടികളും ഈന്തപ്പനയും
ഒട്ടകത്തിൻ്റെ നിൽപ്പും വീണ്ടും പ്രവാസ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. പച്ചപ്പ്, ചെടികൾ, അടിപൊളി സെറ്റപ്പ്. വൻ സെറ്റപ്പിലാണ് ചെടികളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ പഴയ കാളവണ്ടി ഒന്ന് കാണാം നമുക്ക്. പഴയ ആ ചായ ഷെഡ്, ഇത് ഗ്രന്ഥശാലയാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. കാളവണ്ടി അതാ അമ്പിളി പോടൂ. അടിപൊളി കളർഫുൾ റോസകളൊക്കെ നട്ടിട്ടുണ്ട് പ്രാവശ്യം. ഇതൊന്ന് കുറച്ച് മുമ്പ് വന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടിയിട്ടുണ്ടോ. ഒരുപാട് സംഗതികളോടെ വരാൻ പോകുന്നുണ്ട്. ഒന്നും കൂടി അവർ സെറ്റാക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ ആനയുടെ രൂപം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പകുതിയോളം വർക്ക് തീർന്നിട്ടുണ്ട്. കുറേ മുമ്പ് തുടങ്ങിയതാണ് സംഭവം. പയ്യാണ് നടക്കുന്നത്. ഒരു ആനയായിട്ട് മാറും കുറച്ച് കഴിഞ്ഞാൽ. ഇവിടെ ചില ആർട്ടുകളൊക്കെ ഉണ്ട്. APJ അബ്ദുൽ കലാം ആസാദ് ഇതൊക്കെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ മാവേലി ഇവിടെ പണിതിട്ടുണ്ട്. ഇവർ കുറച്ച് നേരത്തെ ഉള്ള കേട്ടോ. ഒന്നിവിടെ ഭംഗി കൂട്ടി വരുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ ചെടികളൊക്കെ കുഴിച്ചിട്ട് ഒരു സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട്. വൻ വൈബാണ് കാണാൻ. വൈകുന്നേരം എത്തണം കേട്ടോ, അടിപൊളിയായിരിക്കും. ഞങ്ങളവിടെ ബലൂണൊക്കെ ഉണ്ടപ്പോൾ അമ്പിളിക്കൊരു ബലൂൺ അങ്ങ് വാങ്ങിച്ചു. അമ്പിളിക്ക് വേണ്ടത് അമ്പിളി ചൂണ്ടിക്കാണിച്ച് എടുത്തുട്ടോ. അപ്പോൾ വളരെ സന്തോഷം. ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോണു. അമ്പിളിക്ക് ബലൂൺ കിട്ടിയ സന്തോഷം വേറെ കാണുന്നുണ്ട് കേട്ടോ. വളരെ ഹാപ്പിയാണ്. അവളൊരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കും ഹാപ്പി ആകുമ്പോൾ. വണ്ടിയിലൊക്കെ കയറിയിരുന്നൊരു ഏലക്കം പാട്ടൊക്കെ പാടും.
അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര രസമൊക്കെ. അപ്പോൾ ഓളെ സന്തോഷം കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ്. അൽഹംദുലില്ലാ, വളരെ റാഹത്ത്, സന്തോഷം. നമ്മളെ കുട്ടികളുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ രസമല്ലേ. ഇതൊക്കെ ജീവിതത്തിൽ നമുക്കൊരു അനുഭവങ്ങളാണ്. വളരെയധികം സന്തോഷം. ഇനി ഞങ്ങൾ ഇറങ്ങാണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം എൻജോയ് ചെയ്തു, നല്ലൊരു സന്ധ്യ ആഘോഷിച്ചു, കുറച്ച് സമയം കോട്ടക്കുന്നിൽ ചിലവഴിച്ചു. പിന്നെ അവിടെ കുറച്ച് സമയം കാണാനുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ കയറിയിട്ടില്ല. അവിടെ കയറാനുണ്ട്, ഒന്നും കയറിയില്ല. ഫാമിലി കയറാനാവട്ടെ. ഇൻഷാ അല്ലാ ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ കാണാം. സെറ്റ്.